നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്നത്തു പത്മനാഭനെ കുറിച്ചാണ്. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രദ്ധിക്കുക, മന്നത്തു പത്മനാഭൻ ജനിച്ച വർഷം 1878 ഓർക്കണം, മന്നത്തു പത്മനാഭൻ ജനിച്ച വർഷം 1878 ജനുവരി മാസം 2. ആ ഡേറ്റ് എന്നാണ്? ജനുവരി മാസം 2-നാണ്. അദ്ദേഹം 970 ഫെബ്രുവരി മാസം 25-ന് മരണപ്പെട്ടു. അപ്പോൾ 1878 ജനുവരി മാസം 2-ന് ജനിച്ച് 970 ഫെബ്രുവരി മാസം 25-ന് മന്നത്തു പത്മനാഭൻ മരണപ്പെട്ടു. നമുക്കറിയാം, മന്നം ജയന്തി എന്ന് പറയുന്നത് ജനുവരി മാസം 2-ആണ്. അത് കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ മന്നം ജയന്തിയായ ജനുവരി മാസം 2 കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ്. ആ ഉത്തരമാണ് 2014. ഓർത്തു വെക്കണം, മന്നം ജയന്തി കേരള സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ച വർഷം എന്നാണ് 2014. അദ്ദേഹം ജനിച്ച വർഷം 1878, 970 മരണപ്പെട്ടു. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. പറഞ്ഞ പേരെന്തുവാണ്? ഈശ്വരൻ നമ്പൂതിരി. മാതാവിന്റെ പേര് പാർവതി അമ്മ. ഓർത്തു വെക്കണം, ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതി അമ്മയുടെയും മകനായിട്ടാണ് മന്നത്തു പത്മനാഭൻ ജനിച്ചത്. ഇനി ഇദ്ദേഹം അറിയപ്പെട്ട പ്രധാനപ്പെട്ട പേരാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. ഒരു സാധാരണ ജീവിതം നയിച്ച വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. ഇതേ രീതിയിൽ ഒരു സാധാരണ ജീവിതം നയിച്ച മന്നത്തു പത്മനാഭൻ അറിയപ്പെടുന്ന പേരാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. അവിടെ ഓർത്തു വെക്കണം, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്തു പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കർ. ഓർത്തു വെക്കണേ, മറന്നു പോവല്ലേ. കേരള സിംഹം ആരാ? പഴശ്ശിരാജയല്ലേ? അങ്ങനെ കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ച കേരള സിംഹം എന്ന ഗ്രന്ഥം എഴുതിയാളുടെ പേര് സർദാർ KM പണിക്കർ അല്ലെ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ അല്ലെ? ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കർ. ഓർത്തു വെക്കണം. അപ്പോൾ 1878 ജനിച്ച മന്നത്തു പത്മനാഭൻ അറിയപ്പെടുന്ന പേര് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ. അങ്ങനെ വിളിച്ചാളുടെ പേര് സർദാർ KM പണിക്കർ. കേരള സിംഹം, പഴശ്ശിരാജ. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയ ആള് സർദാർ KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് സർദാർ KM പണിക്കർ. പഠിച്ചില്ലേ? നമുക്ക് തിരിച്ചു വരാം. മന്നത്തു പത്മനാഭന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. ഓർത്തു വെക്കണം, മന്നത്തു പത്മനാഭന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. നമുക്കിനി കാര്യത്തിലേക്ക് വരാം. NSSന്റെ ആരാ സ്ഥാപകൻ? മന്നത്തു പത്മനാഭൻ. ശരിയല്ലേ? NSSന്റെ ആരാ സ്ഥാപകൻ? മന്നത്തു പത്മനാഭൻ. ആ NSS രൂപീകരിച്ച വർഷം പറയാമോ? 1914 ഒക്ടോബർ 31. മറക്കല്ല്, 1914 ഒക്ടോബർ 31-നാണ് NSS സ്ഥാപിച്ചത്. NSSന്റെ സ്ഥാപകൻ മന്നത്തു പത്മനാഭൻ. പക്ഷെ മനസ്സിലാക്കണം, NSS രൂപീകരിക്കുമ്പോൾ NSSന് ആ പേര് ആയിരുന്നില്ല. ആ പേരാണ് നായർ ഭൃത്യ ജനസംഘം. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്, NSSന്റെ ആദ്യകാല പേരെന്താണ്? നായർ ഭൃത്യ ജനസംഘം അല്ലെ? NSS രൂപീകരിച്ച വർഷം ഏതാണ്? 1914 ഒക്ടോബർ 31. ഇനി NSSന്റെ ആദ്യത്തെ അധ്യക്ഷൻ, ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ആ ഉത്തരമാണ് KK അളപ്പൻ. NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് KK അളപ്പൻ, ഫസ്റ്റ് സെക്രട്ടറി മന്നത്ത്, ഫസ്റ്റ് ട്രഷറർ പനങ്ങോട്ടു കേശവ പണിക്കർ. പഠിച്ചോ? ഫസ്റ്റ് പ്രസിഡന്റ് KK അളപ്പൻ, ഫസ്റ്റ് സെക്രട്ടറി മന്നത്ത്, ഫസ്റ്റ് ട്രഷറർ പനങ്ങോട്ടു കേശവ പണിക്കർ. NSSന്റെ മുഖപത്രം സർവീസ്. NSS മുഖപത്രം സർവീസ്. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. മറക്കല്ല്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയുടെ മാതൃകയിലെ സംഘടനയാണ് NSS.
ഇനി NSSന് NSS എന്ന പേര് കിട്ടിയ വർഷം പിറ്റേ വർഷമായ 915. NSS രൂപീകരിച്ച വർഷം 914, അതിന് NSS എന്ന പേര് കിട്ടിയ വർഷം 15. ഇനി NSSന്റെ ഉൽപ്പന്ന പിരിവിനായിട്ട് വീടുകൾ തോറും കയറിയിറങ്ങിയപ്പോൾ അവർ ആലപിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. നിങ്ങൾക്ക് ആ പാട്ട് പരിചയമില്ലേ? ആ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം എഴുതിയതാരാണ്? ആ വ്യക്തിയുടെ പേരാണ് പന്തളം KP രാമൻ പിള്ള. പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. പന്തളം കേരളവർമ്മയെ കയറി കർപ്പിച്ചു വെക്കരുത്. പന്തളം കേരളവർമ്മയല്ല, പന്തളം KP രാമൻ പിള്ളയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം എഴുതിയത്. ഇനി NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലം, NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് കറുകച്ചാല്. എവിടെയാണ്? കറുകച്ചാല്. ഓർക്കണം, ഫസ്റ്റ് സ്കൂൾ കറുകച്ചാല് വന്നു എങ്കിൽ ആ കറുകച്ചാലെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? K കേളപ്പനായിരുന്നു. മറക്കല്ല്, NSSന്റെ ആദ്യ സ്കൂൾ കറുകച്ചാല് സ്ഥാപിക്കപ്പെട്ടു. ആ സ്കൂളിന്റെ ആരാ? ഹെഡ് മാസ്റ്റർ K കേളപ്പൻ. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? തിരിച്ചു വരട്ടെ. അപ്പൊ NSS രൂപീകരിച്ച വർഷം 914 ഒക്ടോബർ 31. അപ്പോഴത്തെ പേര് നായർ ഭൃത്യജന സംഘം, പുതിയ പേര് NSS. ആ പേര് കിട്ടിയ വർഷം 15. NSS ഫസ്റ്റ് പ്രസിഡന്റ് K കേളപ്പൻ, ഫസ്റ്റ് സെക്രട്ടറി മന്നത്ത്, ഫസ്റ്റ് ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ, ഫസ്റ്റ് സ്കൂള് കറുകച്ചാല്, ഫസ്റ്റ് കോളേജ് ചങ്ങനാശ്ശേരി, ഫസ്റ്റ് ഹോസ്പിറ്റൽ പന്തളം, മന്ന ഷുഗർ മില്ല് പന്തളം. അവരുടെ പാട്ട് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. എഴുതിയ ആളുടെ പേര് പന്തളം KP രാമൻ പിള്ള. ഓർക്കുമല്ലോ? തിരിച്ചു വരാം. എന്തിന്റെ മോഡലായ NSS? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലെ സംഘടനയാണ് NSS. തിരിച്ചു വരട്ടെ. ഇനി 1921. ഏത് വർഷമാണ്? 921. മന്നത്തു പത്മനാഭൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായി. മറക്കല്ലേ, മന്നത്തു പത്മനാഭൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ വർഷം 1921. ഇതേ വർഷം പൊയ്കയിൽ യോഹന്നാനും തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായി. ഒരുമിച്ചങ്ങ് പഠിച്ചു പോത്തില്ലേ? അപ്പോൾ മന്നത്തു പത്മനാഭനും പൊയ്കയിൽ യോഹന്നാനും ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭ അഥവാ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ വർഷം 921. പഠിച്ചോ? നിങ്ങൾക്ക് ഇനി അറിയാമല്ലോ, നമ്മൾ അയിത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗം പറഞ്ഞിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്തു പത്മനാഭൻ 924 നവംബർ മാസം 1 മുതൽ 12 വരെ സവർണ ജാഥ നയിച്ചു. അല്ലെ? ഈ ജാഥയുടെ മെമ്മോറാണ്ടം തയ്യാറാക്കിയ വ്യക്തിയാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചത് പൂരാടം തിരുനാൾ റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. ആണോ അല്ലേ? എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്തു പത്മനാഭൻ 924 സവർണ ജാഥ നയിച്ചത്. അല്ലെ? നമ്മൾ അയിത്തോച്ചാടന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗവും പറഞ്ഞിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് മന്നത്തു പത്മനാഭൻ. പറക്കല്ലേ? ഈ മന്നത്തു പത്മനാഭൻ INCയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1947. മറക്കല്ല്, മന്നത്തു പത്മനാഭൻ INCയിൽ അംഗമായ വർഷം 1947. അതേ വർഷം തന്നെയാണ് മന്നത്തു പത്മനാഭന്റെ ആലപ്പുഴ ജില്ലയിലുള്ള മുതുകുളം പ്രസംഗം. ഉത്തരവാദ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്, ഉത്തരവാദ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്തു പത്മനാഭൻ. മനസ്സിലാവുന്നുണ്ടോ? ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഉണ്ടായ സമരമാണ് ഉത്തരവാദ പ്രക്ഷോഭം. ആ ഉത്തരവാദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ വെച്ച് മുതുകുളത്ത് വെച്ച് 47 പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്തു പത്മനാഭൻ. അപ്പൊ 47 INCയിൽ അംഗമായി, 47 മുതുകുളം പ്രസംഗം. ഉത്തരം ആരാണ്? മന്നത്തു പത്മനാഭൻ. മറക്കുമോ? ഇനി 1949 എന്നാണ്. 1949 മന്നത്തു പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു. ഒരുപാട് പരീക്ഷകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? മന്നത്തു പത്മനാഭൻ. ആ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് മന്നത്തു പത്മനാഭൻ ചുമതലയേറ്റ വർഷം 1949.
ഇനി പിറ്റേ വർഷം ഏതാണ്? 950 വർഷം. 950 മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ്. പേരെന്തുവാണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ്. അപ്പോൾ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചപ്പോൾ ഈ മന്നത്ത് പത്മനാഭന് ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ ആരുടെ സഹായത്തോടെയാണ് മന്നത്ത് പത്മനാഭൻ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന പാർട്ടി സ്ഥാപിച്ചത്? ആ ഉത്തരമാണ് ആർ ശങ്കർ. നിങ്ങൾക്ക് ഈ പേര് പരിചയമുണ്ടോ? കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസ്സുകാരനായ ആദ്യ മുഖ്യമന്ത്രി, ഈഴവനായ മുഖ്യമന്ത്രി, പിന്നോക്ക ജാതിയിൽപ്പെട്ട കേരള മുഖ്യമന്ത്രി, SN ട്രസ്റ്റിന്റെ സ്ഥാപകൻ. പറഞ്ഞ പേരെന്തുവാ? SN ട്രസ്റ്റിന്റെ സ്ഥാപകൻ. ആ SN ട്രസ്റ്റിന്റെ സ്ഥാപകനായ ആർ ശങ്കർ ആണ്, അല്ലെങ്കിൽ ആ ആർ ശങ്കറിന്റെ സഹായത്തോടെയാണ് മന്നത്ത് പത്മനാഭൻ 950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത്. അപ്പൊ 950 മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ്. അവിടെ നിങ്ങൾ ചേർത്തങ്ങ് പഠിച്ചു പോകണം. അപ്പൊ NSS എന്ന സംഘടന രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? അതിന്റെ പേര് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. പറഞ്ഞ പേരെന്തുവാ? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. പരസ്പരം മാറിപ്പോവല്ലേ. ഡെമോക്രാറ്റിക് കോൺഗ്രസ് മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച പാർട്ടി. ഇനി NSS രൂപീകരിച്ച പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. പഠിച്ചില്ലേ? ഇനി ഡെമോക്രാറ്റിക് കോൺഗ്രസ് സ്ഥാപിക്കുവാൻ വേണ്ടി മന്നത്ത് പത്മനാഭനെ സഹായിച്ചയാൾ ആർ ശങ്കർ. ശരിയല്ലേ? ഈ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് 1951 ഇവർ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഹിന്ദു മഹാമണ്ഡലം. പറഞ്ഞ പേരെന്തുവാ? ഹിന്ദു മഹാമണ്ഡലം. ആരൊക്കെ സ്ഥാപിച്ചു? മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ചു. എന്ന് സ്ഥാപിച്ചു? 951. ഒടുവിൽ പിറ്റേ വർഷം 952 ആർ ശങ്കർ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് SN ട്രസ്റ്റ്. ഇതൊക്കെ പഠിച്ചോണം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. SN ട്രസ്റ്റ് ആര് സ്ഥാപിച്ചു? ആർ ശങ്കർ. പഠിച്ചില്ലേ? തിരിച്ചു വരാം. ഫസ്റ്റ് കേരള മുഖ്യമന്ത്രി ആരാ? EMS അല്ലെ? ആ EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണം എന്താ? ഓർമ്മയുണ്ടോ? അത് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല്. മറ്റൊന്ന് കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രിയായ KR ഗൗരിയമ്മയുടെ ഭൂപരിഷ്കരണ ബില്ല്. ഈ 2 ബില്ലുകൾക്കെതിരെ ഉണ്ടായ സമരമാണ് വിമോചന സമരം. അങ്ങനെ വിമോചന സമരം മൂലം EMS മന്ത്രിസഭയെ 1959 പുറത്താക്കി. ആ EMS മന്ത്രിസഭയെ പിരിച്ചുവിടുവാൻ കാരണമായ സമരമാണ് വിമോചന സമരം. ആ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഓർക്കുമോ ഇല്ലേ? സിമ്പിൾ അല്ലേ? പഠിച്ചു നോക്കാൻ. ഫസ്റ്റ് കേരള മുഖ്യമന്ത്രി ആരാ? EMS. ഫസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി ആരാ? ജോസഫ് മുണ്ടശ്ശേരി. ഫസ്റ്റ് റവന്യൂ മന്ത്രി ആരാ? KR ഗൗരിയമ്മ. അപ്പൊ KR ഗൗരിയമ്മയുടെ ഭൂപരിഷ്കരണ ബില്ലിനും വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിനും എതിരെ ഉണ്ടായ സമരമാണ് വിമോചന സമരം. ഇനി ഓർക്കണം, വിമോചന സമരം എന്ന് ആരംഭിച്ചു? അതിന്റെ വർഷം 1959 ജൂൺ 12. അപ്പൊ എന്നാ വിമോചന സമരം? 59 ജൂൺ 12. പഠിച്ചോ? ആ വിമോചന സമരത്തിന് വിമോചന സമരം എന്ന പേരാര് കൊടുത്തു? അല്ലെ? ആ വിമോചന സമരത്തിന് വിമോചന സമരം എന്ന പേരാര് കൊടുത്തു? ആ ഉത്തരമാണ് പനംപള്ളി ഗോവിന്ദമേനോൻ. മറക്കുമോ? വിമോചന സമരത്തിന് വിമോചന സമരം എന്ന പേരാര് കൊടുത്തു? പനംപള്ളി ഗോവിന്ദമേനോൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭം ആര് പേര് കൊടുത്തു? IC ചാക്കോ. വിമോചന സമരം ആര് പേര് കൊടുത്തു? പനംപള്ളി ഗോവിന്ദമേനോൻ. വിമോചന സമരം ആര് നയിച്ചു? മന്നത്ത് പത്മനാഭൻ. ഇനി ആ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേരാണ് ജീവശിഖ ജാഥ. പറഞ്ഞ പേരെന്തുവാണ്? ജീവശിഖ ജാഥ. ഓർത്തു വെക്കണം. വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭൻ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ നയിച്ച ജാഥയുടെ പേരാണ് ജീവശിഖ ജാഥ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാലോ, നിയമതലസ്ഥാനം മുതൽ ഭരണതലസ്ഥാനം വരെ, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് നയിച്ച ജാഥയുടെ പേരാണ് ജീവശിഖ ജാഥ. പഠിച്ചോ? മനസ്സിലായോ? തിരിച്ചു വരട്ടെ. ഒടുവിൽ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ആ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം 59. പിറ്റേ മാസം, ആ മാസം ഏത് വരും? ജൂലൈ 31.
നമുക്ക് വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഭാഗം പിന്നെ പഠിക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഫസ്റ്റ് കേരള മുഖ്യമന്ത്രി EMS, ഫസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി, ഫസ്റ്റ് റവന്യൂ മന്ത്രി KR ഗൗരിയമ്മ. ഈ വിദ്യാഭ്യാസ ബില്ലിനും ഭൂപരിഷ്കരണ ബില്ലിനും എതിരെ ഉണ്ടായ സമരമാണ് വിമോചന സമരം. അങ്ങനെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. സമരം ആര് നയിച്ചു? മന്നത്ത് പത്മനാഭൻ. ആ സമരവുമായി ബന്ധപ്പെട്ട ജാഥയുടെ പേരെന്താണ്? ജീവശിഖ ജാഥ. ആ ജാഥ ഇവിടുന്ന് ആരംഭിച്ചു? അങ്കമാലി ടു ട്രിവാൻഡ്രം. ആര് നയിച്ചു? മന്നത്ത് പത്മനാഭൻ. അന്ന് ആ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യമുണ്ട്. തെക്കൊരു ദേശത്ത് അലമാലയുടെ തീരത്ത് ഫ്ലോറി എന്നൊരു പെൺകുടിയെ ചുട്ടുകരിച്ചൊരു സർക്കാരെ, കല്ലറയാണേ സത്യം, പകരം ഞങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞാൽ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ വിമോചന സമരക്കാർക്കെതിരെ പോലീസുകാർ വെടിവെച്ചു. ആ വെടിവെപ്പിൽ ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീ ഗർഭിണിയായിരുന്നു. ആ സ്ത്രീയുടെ പേര് ഫ്ലോറി എന്നാണ്. മനസ്സിലായോ പറഞ്ഞേ? ആ വെടിവെപ്പ് ഉണ്ടായ സ്ഥലമാണ് ചെറിയ തുറ. അതാണ് വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട വെടിവെപ്പിന്റെ പേരെന്താണ്? ചെറിയ തുറ വെടിവെപ്പ്. ആ വിമോചന സമരം ആര് നയിച്ചു? മന്നത്ത് പത്മനാഭൻ നയിച്ചു. ഒടുവിൽ 59 ഓഗസ്റ്റ് മാസം മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പട്ടം ലഭിച്ചു. കൃത്യമായിട്ടാ പറഞ്ഞു പോകുന്നത്. 59 ജൂൺ മാസം വിമോചന സമരം ആരംഭിക്കുന്നു. ജൂലൈ മാസം EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടുന്നു. ഓഗസ്റ്റ് മാസം മന്നത്തിന് ഭാരത കേസരി പട്ടം ലഭിക്കുന്നു. ജൂൺ 12 വിമോചന സമരം. ജൂലൈ 31 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. ഓഗസ്റ്റ് മാസം ഭാരത കേസരി പട്ടം. പഠിച്ചോ? ഇനി 966 മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചു. എന്ത് ലഭിച്ചു? പത്മഭൂഷൺ. 66. ഇനി 970 മന്നത്ത് പത്മനാഭൻ മരിക്കുന്നു. 970 മന്നത്ത് മരണപ്പെടുന്നു. 989 മന്നത്ത് പത്മനാഭന്റെ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോൾ മന്നത്തിന്റെ സ്മരണാർത്ഥം ഭാരത സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 89. പഠിച്ചില്ലേ? ഓർത്തോണം. എല്ലാ ജാതിക്കാർക്കുമായി തന്റെ കുടുംബക്ഷേത്രം തുറന്നുകൊടുത്ത മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. എല്ലാ ജാതിക്കാർക്കുമായി തന്റെ കുടുംബക്ഷേത്രം തുറന്നുകൊടുത്ത മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഇനി BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അപ്പൊ BBC-യിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. മറക്കല്ല്. BBC-യിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ആ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ, അല്ലെങ്കിൽ ദ റെമിനിസൻസ് ഓഫ് മൈ ലൈഫ്. പറഞ്ഞ പേരെന്തുവാ? ദ റെമിനിസൻസ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിത സ്മരണകൾ. ആ മന്നത്തിന്റെ യാത്രാ വിവരണത്തിന്റെ പേര് ഞങ്ങളുടെ FMS യാത്ര. ഞങ്ങളുടെ FMS യാത്ര, ഫെഡറൽ മലയ സ്റ്റേറ്റ്സ് യാത്ര. ഞങ്ങളുടെ ഫെഡറൽ മലയ സ്റ്റേറ്റ്സ് യാത്ര. ഇനി മന്നത്തിന്റെ കൃതിയുടെ പേര് പഞ്ചകല്യാണി നിരൂപണം. പറഞ്ഞ പേരെന്തുവാ? പഞ്ചകല്യാണി നിരൂപണം. മറ്റൊരു കൃതിയുടെ പേരാണ് സ്നേഹലത. ഓർത്തു വെക്കണം. മന്നത്ത് പത്മനാഭന്റെ മറ്റൊരു കൃതിയുടെ പേര് സ്നേഹലത. ഇനി മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേരാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ആരാണ്? തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. തോട്ടയ്ക്കാട്ട് മാധവി അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ്. കൊച്ചി നിയമസഭയിൽ അംഗമായ ആദ്യത്തെ ആരാണ്? വനിത. കൊച്ചി നിയമസഭയിൽ അംഗമായ ആരാണ് ആദ്യത്തെ വനിത? ആരാ ഉത്തരം? തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 1929 NSS പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വിളിച്ചുകൂട്ടിയ NSS വുമൺ സെഷന്റെ അധ്യക്ഷയായ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. മറക്കല്ല്. 1929 NSS പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടിയ NSS വുമൺ സെഷന്റെ അധ്യക്ഷയായ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? തിരിച്ചു വരട്ടെ. ഇനി മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ അഥവാ ഉദ്ധരണികൾ. ഫസ്റ്റ് വാചകം, സ്വസമുദായ സ്നേഹമെന്നാൽ ഇതര സമുദായത്തോടുള്ള വൈരം എന്നർത്ഥമില്ല. വാചകം എന്താണ്? സ്വസമുദായ സ്നേഹം എന്നാൽ ഇതര സമുദായത്തോടുള്ള വൈരം എന്നർത്ഥമില്ല. ഇത് ആരുടെ വാചകമാണ്? ഇത് മന്നത്ത് പത്മനാഭന്റെ വാചകമാണ്. മറ്റൊരു വാചകം, എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട്. കേട്ടോ, എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട്.
നെക്സ്റ്റ്, രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല. രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല. പഠിച്ചോ? ഒന്നുകൂടെ ഞാൻ പറയട്ടെ. സ്വസമുദായ സ്നേഹം എന്നാൽ ഇതര സമുദായത്തോടുള്ള വൈരം എന്നർത്ഥമില്ല. എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട്. രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മന്നത്തു പത്മനാഭൻ. നമ്മൾ തുടക്കത്തില് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. NSSന് ആ NSS എന്ന പേര് കൊടുത്ത വ്യക്തി ആരാണ്? ഒന്നുകൂടെ വ്യക്തമാക്കി സിമ്പിൾ ആക്കി പറഞ്ഞാല്, മനസ്സിലാകുന്ന പോലെ പറഞ്ഞാല്, NSS രൂപീകരിച്ച വർഷം 914 ഒക്ടോബർ 31. രൂപീകരിക്കുമ്പോൾ പേര് നായർ ഭൃത്യ ജനസംഘം. ശരിയല്ലേ? നായർ ഭൃത്യ ജനസംഘം. ആ പേര് കൊടുത്ത ആളുടെ പേര് കണ്ണൻ നായർ. അപ്പോൾ NSSന്റെ ആദ്യകാല പേരായ നായർ ഭൃത്യ ജനസംഘം എന്ന പേര് നൽകിയ ആളുടെ പേര് കണ്ണൻ നായർ. പേരെന്തുവാണ്? കണ്ണൻ നായർ. ഇനി NSS എന്ന പുതിയ പേര് കൊടുത്തയാളുടെ പേരാണ് പരമുപിള്ള. ഓർക്കുമോ? NSS എന്ന പുതിയ പേര് കൊടുത്ത ആളുടെ പേര് പരമുപിള്ള. NSS പേര് പരമുപിള്ള. നായർ ഭൃത്യ ജനസംഘം കൊടുത്ത ആളുടെ പേര് കണ്ണൻ നായർ. നിവർത്തനം പേര് കൊടുത്തയാള് IC ചാക്കോ. വിമോചന സമരം പേര് കൊടുത്ത ആളുടെ പേര് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. മനസ്സിലായോ? തിരിച്ചു വരട്ടെ. എന്റെ കൂടെ നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കണം, ഓർത്ത് പറയാൻ ശ്രമിക്കണം. നമ്മൾ പഠിച്ച ആളുടെ പേര് മന്നത്തു പത്മനാഭൻ. അദ്ദേഹം 1878 ജനുവരി മാസം 2 ജനിച്ചിട്ട് 970 ഫെബ്രുവരി മാസം 25 മരണപ്പെട്ടു. അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് പാർവതി അമ്മ. ഈ പാർവതി അമ്മയുടെ പേരിൽ ഒരു കോളേജ് ഉണ്ട് കേരളത്തിൽ, അത് പന്തളത്താണ്. പന്തളം NSS കോളേജ് ആരുടെ പേരിലാണ്? പാർവതി അമ്മയുടെ പേരിലെ കോളേജ് എന്ന് ഓർക്കുക. പക്ഷെ അവിടെ മാറിപ്പോവല്ലേ, NSSന്റെ ഫസ്റ്റ് കോളേജ് എവിടെയാണ്? ചങ്ങനാശ്ശേരിയാണ്. മന്നത്തിന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായുള്ള കോളേജാണ് പന്തളം NSS കോളേജ്. തിരിച്ചു വരട്ടെ. ഇനി മന്നത്തു പത്മനാഭന്റെ ജന്മസ്ഥലം പെരുന്ന. അദ്ദേഹം അറിയപ്പെട്ട ഒരു പേര് കേരള മദൻ മോഹൻ മാളവ്യ. അങ്ങനെ വിളിച്ചാളുടെ പേര് സർദാർ KM പണിക്കർ. അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേര് ഭാരത കേസരി. എക്സ്ട്രാ ഒന്ന് ഓർത്തു വച്ചേക്കണം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതും കേരള സിംഹം എന്ന ഗ്രന്ഥം എഴുതിയ ആളുടെ പേരും സർദാർ KM പണിക്കർ അഥവാ സർദാർ കാവാലം മാധവ പണിക്കർ. സർദാർ കാവാലം മാധവ പണിക്കർ. ഇനി NSS രൂപീകരിച്ച വർഷം 914 ഒക്ടോബർ 31. രൂപീകരിക്കുമ്പോൾ പേര് നായർ ഭൃത്യ ജനസംഘം. ആ പേര് കൊടുത്തയാള് കണ്ണൻ നായർ. ഫസ്റ്റ് പ്രസിഡന്റ് KK അളപ്പൻ, ഫസ്റ്റ് സെക്രട്ടറി മന്നത്ത്, ഫസ്റ്റ് സ്കൂള് കറുകച്ചാല്, ഫസ്റ്റ് കോളേജ് ചങ്ങനാശ്ശേരി, ഫസ്റ്റ് കരയോഗ മന്ദിരം പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ്. ഓർത്തു വെക്കണം കേട്ടോ. NSSന്റെ ആദ്യത്തെ കരയോഗ മന്ദിരം പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ്, അല്ലെ? ഇനി NSSന്റെ ഉൽപ്പന്ന പിരിവിനായിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങിയപ്പോൾ അന്നേരം ആലപിച്ച ഗാനം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഈ ഗാനം എഴുതിയ ആളുടെ പേര് പന്തളം KP രാമൻ പിള്ള. മന്നം ഷുഗർ മില്ല് പന്തളം. NSS ഫസ്റ്റ് ഹോസ്പിറ്റൽ പന്തളം. ഓർക്കത്തില്ലേ? ഇനി NSS പുതിയ പേര് സ്വീകരിച്ച വർഷം 915. ആ പുതിയ പേര് കൊടുത്ത ആളുടെ പേര് കണ്ണൻ നായർ. ഇനി 921 ഇദ്ദേഹം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായി. അതേ വർഷം പൊയ്കയിൽ യോഹന്നാനും ട്രാവൻകൂർ നിയമ നിർമ്മാണ സഭയിൽ അംഗമായി. 24 വൈക്കം സമരവുമായിട്ട് ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചു. 31 ഗുരുവായൂർ സമരത്തിന്റെ പ്രസിഡന്റാണ് മന്നത്തു പത്മനാഭൻ. 47 ഉത്തരവാദ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് മുതുകുളം പ്രസംഗം. അതേ വർഷം 47 അദ്ദേഹം INCയിൽ അംഗമാകുന്നു. 49 ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. 950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി സ്ഥാപിക്കുന്നു. ആരുടെ സഹായത്തോടെ? ആർ ശങ്കർ സഹായത്തോടെ. അപ്പോൾ NSS രൂപീകരിച്ച പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അല്ലെ? തിരിച്ചു വരാം. 51 മന്നത്തും ആർ ശങ്കറും ചേർന്നുകൊണ്ട് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിക്കുന്നു. 52 ആർ ശങ്കർ ഒറ്റയ്ക്ക് SN ട്രസ്റ്റ് സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? SN ട്രസ്റ്റ് സ്ഥാപിച്ചു. 59 ജൂൺ 12 വിമോചന സമരം ആരംഭിക്കുന്നു. നയിച്ചാളുടെ പേര് മന്നത്ത്. ജാഥയുടെ പേര് ജീവശിഖ ജാഥ. നയിച്ചയാളുടെ പേര് മന്നത്ത്. അങ്കമാലി ടു ട്രിവാൻഡ്രം. ഒടുവിൽ 59 ജൂലൈ 31 EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നു. അതേ വർഷം 59 ഓഗസ്റ്റ് മാസം മന്നത്തിന് ഭാരത കേസരി പട്ടം ലഭിക്കുന്നു. നൽകിയത്
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആ സമയത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് ഭാരത കേസരി പട്ടം നൽകുന്നു. 66 പത്മഭൂഷൺ, 70 മരിക്കുന്നു, 89 സ്റ്റാമ്പ്. എല്ലാ ജാതിക്കാർക്കുമായി തന്റെ കുടുംബക്ഷേത്രം തുറന്നു കൊടുത്തു. BBC-യിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും മലയാളത്തിൽ പ്രസംഗിച്ചു. ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ, കൃതികൾ പഞ്ചകല്യാണി നിരൂപണം, സ്നേഹലത. യാത്ര വിവരണത്തിന്റെ പേര് ഞങ്ങളുടെ FMS യാത്ര. ഭാര്യയുടെ പേര് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഓർക്കുക, കൊച്ചി നിയമസഭയിൽ, മാറിപ്പോയ ട്രാവൻകൂർ അല്ല, കൊച്ചി നിയമസഭയിൽ അംഗമായ ഫസ്റ്റ് സ്ത്രീയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. വാചകം പറഞ്ഞാലോ, സ്വസമുദായ സ്നേഹം എന്നാൽ ഇതര സമുദായത്തോടുള്ള വൈരം എന്നർത്ഥമില്ല. എവിടെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും ഉണ്ടോ അവിടെ വിജയമുണ്ട്. രാജ്യസേവനവും സമുദായ സേവനവും രണ്ടല്ല. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മന്നത്ത് പത്മനാഭന്റെ ഉദ്ധരണികളാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകൾക്ക് വന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.